ഗൈസ്, ഞാൻ അർജുനാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഷവോമിയുടെ റെഡ്മി സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ നോട്ട് 7 പുറത്തിറങ്ങിയത്. ഇതിനെക്കുറിച്ചുള്ള പല ഡീറ്റെയിൽസും ഓൾറെഡി പല ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മളുടെ വിഷയം അതല്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞത് മുതൽ തന്നെ പലരും പറയുന്നത് അതിൻ്റെ ക്യാമറയെക്കുറിച്ചാണ്. അതായത് അവർ ക്യാമറ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നതും. 10,000 രൂപ മുതൽ വില സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാ പിക്സലിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 48 മെഗാ പിക്സൽ ക്യാമറ ഒട്ടും ക്വാളിറ്റി ഉണ്ടാകില്ല എന്നൊക്കെയാണ്. പലർക്കും ഈ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടെക്നോളജിയെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സോ ഇതെന്താണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടെക്നോളജി എന്താണെന്നും എങ്ങനെ അത് പ്രവർത്തിക്കുന്നു എന്നും മനസ്സിലാക്കുവാനായി വീഡിയോ പൂർണ്ണമായും കാണുക. എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറ്റം പറയുകയില്ല. ഓക്കെ, ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടെക്നോളജി പിക്സൽ ബിന്നിംഗ് ആണ്. അതായത് ലോ ലൈറ്റ് കണ്ടീഷനിലൊക്കെ ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്ന ക്യാമറയായതിനാൽ നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ചിത്രം 16 കോളമുണ്ട്. ഇത് 16 കോളം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ മെഗാ പിക്സലിൻ്റെ കോളമാണെന്ന് കരുതുക. അത് 16 മെഗാ പിക്സലുള്ള ഒരു ക്യാമറയുടെ സെൻസർ ആണെന്നും വിചാരിക്കുക. ഇതിൽ ഓരോ മെഗാ പിക്സലിനും ഓരോ സൈസും നൽകാം. 1 മൈക്രോൺ പിക്സലാണ് നൽകുന്നത്. ഓക്കെ, 1 മൈക്രോൺ പിക്സൽ എന്നത് ചെറിയ അളവാണ്. 1.67 ഒക്കെയാണ് കൂടിയ അളവ്. സോ കൂടിയ മൈക്രോൺ പിക്സൽസിനാണ് കൂടുതൽ ലോ ലൈറ്റ് കണ്ടീഷനിൽ കൂടുതൽ ക്ലിയർ ഉള്ള ഇമേജസ്, ക്വാളിറ്റിയുള്ള ഇമേജസ് പകർത്തുവാൻ സാധിക്കുക. ഈ ഒരു 16 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഡേ ലൈറ്റ് കണ്ടീഷനിൽ നല്ല ക്ലിയർ ഉള്ള ക്വാളിറ്റിയുള്ള ബെറ്റർ ഇമേജസ് തന്നെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ലോ ലൈറ്റ് കണ്ടീഷനിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ പിക്സൽ ബിന്നിംഗ് ടെക്നോളജി ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ഇമേജസ് കിട്ടില്ല. ഇതിൽ പിക്സൽ ബിന്നിംഗ് ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്ന സമയത്ത് ഈ കാണുന്ന 16 മെഗാ പിക്സലിൽ 4 മെഗാ പിക്സൽ കൂടി 1 മെഗാ പിക്സലായി മാറും. അപ്പോൾ അതിൻ്റെ സൈസ് 1 മൈക്രോൺ പിക്സൽ എന്ന സൈസ് 4 മൈക്രോൺ പിക്സലായി മാറും. അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് കണ്ടീഷനിൽ കൂടുതൽ ക്ലിയർ ഉള്ള ഇമേജസ് ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കും. അതായത് നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് ക്യാപ്ചർ ചെയ്യുവാൻ കഴിയും. എന്നാൽ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. 16 മെഗാ പിക്സൽ എന്ന റെസൊല്യൂഷൻ കുറഞ്ഞ് 4 മെഗാ പിക്സലായി മാറി. ഇങ്ങനെ സംഭവിക്കുന്നതിനാൽ തന്നെ ലോ ലൈറ്റ് കണ്ടീഷനിൽ നല്ല പെർഫോമൻസ് ലഭിക്കും. അതായത് ബെറ്റർ ക്വാളിറ്റിയുള്ള ഇമേജസ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രക്രിയയാണ് പിക്സൽ ബിന്നിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് മുൻപേ തന്നെ പല ഫോണുകളിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഷവോമിയുടെ തന്നെ A2 എന്ന ഫോണിൽ ഈ ഒരു പിക്സൽ ബിന്നിംഗ് ടെക്നോളജി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഏറ്റവും പുതിയ നോട്ട് 7 എന്ന സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ലോ ലൈറ്റ് കണ്ടീഷനിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ 48 മെഗാ പിക്സൽ 4ആയി ചുരുങ്ങി 12 മെഗാ പിക്സലിൻ്റെ ക്വാളിറ്റിയിലുള്ള ഇമേജസ് ആണ് ക്യാപ്ചർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് കണ്ടീഷനിൽ നല്ല പെർഫോമൻസ് ലഭിക്കും. എന്നാൽ റെസൊല്യൂഷൻ 48 മെഗാ പിക്സൽ എന്ന റെസൊല്യൂഷൻ കുറഞ്ഞ് 12ആയി മാറും. അത്രമാത്രമേ വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ. എങ്ങനെയായാലും നിങ്ങൾക്ക് കൂടുതൽ ക്വാളിറ്റിയുള്ള ഇമേജസ് ലഭിക്കും. സൈസ് കുറച്ച് കുറഞ്ഞാലും ലോ ലൈറ്റ് കണ്ടീഷനിൽ ക്യാപ്ചർ ചെയ്യുന്ന ഇമേജസിന് നല്ല ക്വാളിറ്റി ഉണ്ടാകും. ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നതിനുള്ള പ്രത്യേകതയും അതുതന്നെയാണ്. സോ പിക്സൽ ബിന്നിംഗ് ടെക്നോളജി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കുറയുമോ എന്ന് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.